Good morning. Morning, ma'am. Good morning, ma'am. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, പ്രിയ ആരാണ്? ഞാനാണ് മിസ്. Okay. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു ഇന്നും നിൻ കരവൈഭവം. ഇരുളുമ്പോൾ പോലും തേജഹോളങ്ങളും വീരൽ തുമ്പിൽ തെളിയുന്നു. ബുദ്ധിയും വിവേകവുമുള്ള ഭക്തരായി വളരുവാൻ വിജ്ഞാനത്തിൻ പ്രതീകമേ എന്നെ ശക്തി ഞങ്ങൾ കരുളണേ. വിജ്ഞാനത്തിൻ പ്രതീകമേ ഉള്ള ബുദ്ധി ഞങ്ങൾ കരുളണേ. ഓക്കെ മാം. നല്ലായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, സൈനിങ് ആരാണ്? Good morning, all. I'm Adira. Today, our class is started with a peaceful prayer, and I'm very happy to welcome our beautiful Ashwati ma'am to conduct in today's class. And I'm also welcome our batchmates for the class. Thank you all. Once again, good morning, everyone. Then thought of the day. Narayana, ma'am. Good morning, ma'am, and good morning, all of you. Today's thought: you cannot change your future, but you can change your habits, and surely your habits will change your future. By Dr. APJ Abdul Kalam. Thank you. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഡയറ്ററി റിക്വയർമെന്റ്സിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എടുക്കാണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? വായിച്ചായിരുന്നോ നിങ്ങളത് ഫുള്ള് പാരഗ്രാഫ് മൊത്തം വായിച്ചായിരുന്നോ? ഒന്നും കൂടി ഒന്ന് വായിക്കുക കേട്ടോ. സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ് ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
സജന വായിച്ചോ? സജന വായിച്ചു മാം. രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? The preschoolers' diet should contain sufficient cereals, pulses and variety of vegetables. ചെറിയ കുട്ടികളുടെ ഡയറ്റിൽ സെറീൽസ്, പൾസസ്, വെജിറ്റബിൾസ് ഒക്കെ വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. The vegetables can either green leafy vegetables like spinach, beans, etc. വെജിറ്റബിൾസ് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചീര പോലെയുള്ളതോ ബീൻസ് അങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെടുത്താം. ഓർ യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ് സച്ച് ആസ് ക്യാരറ്റ്സ്, പംകിൻസ് എക്സെട്ര. യെല്ലോ കളറുള്ള ക്യാരറ്റ്സ്, ഓറഞ്ച് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റും പംകിൻസും ഉൾപ്പെടുത്തണം. സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് മൊസംബി, ഓറഞ്ച്, ഗൂസ്ബെറി ആൻഡ് യെല്ലോ ഫ്രൂട്ട്സ് ലൈക്ക് പപ്പായ. സിട്രസ് ഫ്രൂട്ട്സ് അതായത് ഈ മുസംബി, ഓറഞ്ച് പോലെയുള്ള നീരുള്ള ഫ്രൂട്ട്സും അതിൽ ഉൾപ്പെടുത്താം. യെല്ലോ ഫ്രൂട്ട്സ് ലൈക്ക് പപ്പായയും ഗുവ, മാംഗോ, യെല്ലോ കളർ ഉള്ള ഫ്രൂട്ട്സും ഉൾപ്പെടുത്താം. മിൽക്ക് ഷുഡ് ബി ഓൾസോ ഗിവൺ ഇൻ ഗുഡ് amounts although over emphasis should be avoided. നല്ല രീതിയിൽ ഗുഡ് എമൗണ്ട് ഓഫ് മിൽക്കും കൊടുക്കാവുന്നതാണ്. If a child does not take milk, alternate milk preparations like curd, paneer, custard, kheer, pudding and can be used. Egg meat. പാലായിട്ട് കുട്ടികൾ കുടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കേർഡ്, പനീർ, കസ്റ്റേർഡ്, കീർ, പുഡിങ് പോലെയുള്ള ആയിട്ട് നമുക്ക് കൊച്ചുകൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ എഗ്, മീറ്റ് ആൻഡ് ഫിഷ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ കേസ് ഓഫ് നോൺ വെജിറ്റേറിയൻസ്. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ എഗ്ഗും മീറ്റും ഫിഷൊക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ കൊടുക്കാറുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ, ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? അതാണോ കൂടുതൽ കൊടുക്കുന്നേ? ആണ്. ഓക്കെ, അപ്പോ എന്താ പറയാ, ഇപ്പോ സജന പറഞ്ഞ പോലെ തന്നെ പ്രീ സ്കൂൾ പ്രീ സ്കൂളേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾക്ക് സഫീഷ്യന്റ് ആയിട്ട്, അതായത് മതിയായ അളവിൽ സെറിയൽസും പൾസസും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ്, വെറൈറ്റീസ് ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള വെജിറ്റബിൾസ് കൊടുക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്താ പറയാ ഉൾപ്പെടുത്തുക. സ്പിനാച്ച് പോലെ അതല്ലെങ്കിൽ ബീൻസ് പോലെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ്, അതായത് യെല്ലോ കളറിലുള്ളതും ഓറഞ്ച് കളറിലുള്ളതുമായിട്ടുള്ള വെജിറ്റബിൾസ്, അത് എന്തൊക്കെയാണ്? ക്യാരറ്റ് ഉണ്ട്, പംകിൻ ഉണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ്, പുളിരുചിയുള്ള പഴങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. മുസംബി, ഓറഞ്ച്, ഗൂസ്ബെറി, ഇതൊക്കെ എന്താണ്? സിട്രസ് ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ യെല്ലോ ഫ്രൂട്ട്സ് സച്ച് ആസ് പപ്പായ, ഗുവ ആൻഡ് മാംഗോ ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതായത് നല്ല പഴുത്ത പപ്പായ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഗുവ, പഴുത്ത പേരയ്ക്ക, അതുപോലെ തന്നെ മാങ്ങ, നല്ല പഴുപ്പുള്ള മാങ്ങ ഉണ്ട്, അതുകൊണ്ടാണല്ലോ പഴുപ്പാകുമ്പോഴാണല്ലോ യെല്ലോയിഷ് കളർ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എന്താ പറയാ ഫ്രൂട്ട്സും ഉൾപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാം, മിൽക്കും അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇനി മിൽക്ക് അവോയ്ഡ് ചെയ്യുന്ന കുട്ടികൾ, അതായത് മിൽക്ക് ചില കുട്ടികൾ പാല് കുടിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല, അതിന്റെ ഒരു എന്താ പറയാ സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു രുചി ചിലപ്പോ കുട്ടികൾക്ക് ഇഷ്ടാവുണ്ടാവില്ല. പാല് കുടിക്കാത്ത എത്ര പേരുണ്ട്? അമ്മമാര് അല്ല കുട്ടികള്, നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും പാല് കുടിക്കാറുണ്ടോ? എന്താണ്? എന്റെ കുട്ടിക്ക് പാല് കുടിക്കാൻ കുറച്ച് മടിയുണ്ട്, കുടിക്കാറില്ല. അവൻ കുടിക്കാറില്ല അല്ലെ? അതെ. അപ്പൊ എന്താണ് അതിന് പകരമായിട്ട് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്താ കൊടുക്കുക? പാലായിട്ട് കുടിക്കില്ല, പാൽച്ചായയൊക്കെ അവന് കുടിക്കുന്നതിന് കുഴപ്പമില്ല. പാൽച്ചായ ആയിട്ട് പിന്നെ തൈരൊക്കെ കൊടുക്കും, തൈര് മോരുകറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് കുഴപ്പമില്ല അല്ലെ? നെയ്യൊക്കെ കഴിക്കും, കുഴപ്പമില്ല. ഇനി വേറെ ആരാണ് പാല് കുടിക്കാത്ത കുട്ടികളുടെ അമ്മമാരുണ്ടോ? ദേവി ഉണ്ടോ? എന്റെ കുട്ടികൾ കുടിക്കില്ല. കുടിക്കൂല? ഇല്ല, അവര് മോരുകറി അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. ഞാനും കഴിക്കില്ല. കഴിക്കില്ല. മിൽക്ക് ടീ കുടിക്കോ? ടീ കുടിക്കാറുണ്ടോ? പാലിച്ചായ കുടിക്കാറുണ്ടോ? അത് വല്ലപ്പോഴൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോ കൊടുക്കുമ്പോ അവര് കുടിക്കും. ഞാനും അതും കുടിക്കില്ല. കുടിക്കില്ല. ഓക്കെ, ഉള്ളി കട്ടൻ ചായയാണോ കുടിക്കുന്നത്?
കട്ടൻ കാപ്പി കുടിക്കും, ചായ കുടിക്കില്ല. ഓക്കെ. അപ്പൊ പാല് കുടിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എന്താ പറയാ, അതിന് പകരമായിട്ട് നമുക്ക് കേട്, അതായത് തൈര്, അതായത് പാലിന്റെ പ്രൊഡക്റ്റ് തന്നെയാണല്ലോ, കേട് കൊടുക്കാം, അതുപോലെ പനീർ കൊടുക്കാം, കസ്റ്റാർഡ്, ഖീർ, ഇതൊക്കെ നമുക്ക് പുഡിങ് സലാഡൊക്കെ കഴിക്കൂട്ടാ. സലാഡൊക്കെ കഴിക്കും അല്ലേ? കൂട്ടാൻ കഴിക്കില്ല. എന്താണ്? മോര് വെച്ച കൂട്ടായില്ലേ, കുമ്പളങ്ങ ഇട്ടിട്ടില്ല, അതൊന്നും കഴിക്കില്ല. പക്ഷെ സാലഡ് കഴിക്കും. മോരൊക്കെ വെച്ച് നമ്മള് ബിരിയാണിക്കൊക്കെ കിട്ടില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പാല് കഴിക്കാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പല ഓപ്ഷനുകൾ ഉണ്ട്. കേർഡ് ആക്കി കൊടുക്കാം, പനീർ ആക്കി കൊടുക്കാം, കസ്റ്റാർഡ്, ഗീർ, പുഡിങ്, ഇതൊക്കെ നമുക്ക് അതിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഫിഷും മീറ്റും ഒക്കെ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ സഫീഷ്യന്റ് ആയിട്ടുള്ള അളവിലായിരിക്കണം കേട്ടോ. ഫിഷും മീറ്റും ഒക്കെ, ഫിഷ് നമുക്ക് കുഴപ്പമില്ല, omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡായിട്ടാണ് ഫിഷ് എന്ന് പറയുന്നത്. ഫിഷ് നമുക്ക് കറി വെച്ച് എത്ര വേണേലും കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ മീറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള അളവിൽ വേണം അത് കൊടുക്കാനായിട്ട്. കാരണം ഫാറ്റ് കൂടുതലാണ് അല്ലെ മീറ്റിലൊക്കെ. അപ്പൊ ആ ഫാറ്റ് ശരീരത്തിൽ എത്തുകയും അത് ഡെപ്പോസിഷൻ ഉണ്ടാകുകയും പിന്നെ ഓവർ വെയിറ്റിനൊക്കെ കാരണമാവുകയും ചെയ്യും. അല്ലെങ്കിൽ ലിവറിനൊക്കെ ചിലപ്പോൾ കംപ്ലൈന്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ മതിയായിട്ടുള്ളതിൽ കൊടുക്കാനായിട്ട്, സഫീഷ്യന്റ് ആയിട്ടുള്ള ലെവലിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. അപ്പൊ പലതരത്തിലുള്ള, ഞാനിപ്പോ യെല്ലോ ഫ്രൂട്ട്സ് പറഞ്ഞു, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പറഞ്ഞു, സിട്രസ് ഫ്രൂട്ട്സ് പറഞ്ഞു, ഇതൊക്കെ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. ഓക്കെ. എന്നാൽ മാത്രമാണ് ന്യൂട്രിയൻ കണ്ടന്റ്സ് അവരുടെ ശരീരത്തിൽ എത്തുക, ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക സ്വാഭാവികമായിട്ട്. ഓക്കെ. The next one, a well-balanced diet distributed into 5 or 6 small frequent meals is recommended, using a variety of arrangements helping meeting the nutritional needs easily as well as in developing a taste in the preschooler. Teachers can help parents by telling some instructions for useful foodstuffs like paratha stuffed with the vegetables, mixed vegetables, rice, fruit cream, stewed fruit, sweets containing vegetables such as carrot halwa, fruit vegetables mixed lassi, milkshake, etc. Processes such as germination, sprouting of wool pulses help in increasing the nutritive value of food items. Under illness, the food chosen would depend upon the disease, but an effort should be made to provide easily digestible, highly nutritious small common meals during ill health. Never starve a child during illness. Medical and dietary advice should be strictly adhered to. Okay. അപ്പോ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയായിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അമ്മമാരെ അലട്ടുന്ന ഒരു പ്രോബ്ലം ആണ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അമ്മമാരുടെ ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് അല്ലെ, അവര് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളത്. പല കുട്ടികളും എന്ത് ചെയ്യില്ല, ചിലപ്പോൾ കഴിക്കാനായിട്ട് മടി കാണിച്ചെന്നിരിക്കും അല്ലെ. അപ്പൊ പല രീതിയിലാണ് എന്ത് ചെയ്യുക, അമ്മമാര് ഫുഡ് കൊടുക്കുക. ചില കുട്ടികൾക്ക് നേരിട്ട് കൊടുത്താൽ അവർ കഴിച്ചിട്ടിരിക്കും, ചില കുട്ടികളാണെങ്കിൽ കഴിക്കാനായിട്ട് കൂട്ടാക്കിയില്ല എന്നിരിക്കും. അപ്പോ ഇത് അമ്മമാരെ സംബന്ധിച്ച് വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഫുഡ് പല മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, കൊടുക്കാറുണ്ട്. ഓക്കെ. പിന്നെ കുഞ്ഞുങ്ങളുടെ ബലമുള്ള അസ്ഥികൾ, അവരുടെ ബോൺസ് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ് സഹായിക്കുന്നത്? കാൽസ്യം സഹായിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് പ്രോപ്പർ ആയിട്ട് ലഭിച്ചിരിക്കണം. ഓക്കെ. ഇത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതിലൂടെ അത് ബോൺ സ്ട്രെങ്ത് കൂട്ടുന്നു, അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നു, ഡൈജഷൻ മെച്ചപ്പെടുത്തുന്നു. അപ്പോ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങള്? ബോൺ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ
ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യും, ഡൈജഷൻ മെച്ചപ്പെടുത്തും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കാൽസ്യം എന്ന് പറയുന്നത് പല്ലിന് നല്ലതാണ്, അതുപോലെ തന്നെ എല്ലിന് നല്ലതാണ് അല്ലെ, ബോൺസ് ആൻഡ് ടീത്ത് ഇത് രണ്ടിനും എന്താണ് ഹെൽപ്ഫുൾ ആകുന്ന ഒന്നാണ് എന്ത് കാൽസ്യം എന്ന് പറയുന്നത്. ഈ കാൽസ്യം നമുക്ക് പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ചെറിയ മീനുകളിൽ നിന്ന് ധാരാളം കാൽസ്യം കിട്ടും, ചെറിയ മീനുകള്. ഓക്കെ, നിങ്ങളുടെ അവിടെ എന്താണോ പറയുന്നത് എനിക്ക് അറിയില്ല. ഞങ്ങളുടെ ഇവിടെ ഒരു മീനുണ്ട്, ആ മീന് പറയുന്ന പേരാണ് നന്ദൻ എന്നാ പറയാ. നന്ദൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്നത് നന്ദൻ എന്നാണ്. അത് ഹൈലി കാൽസ്യം റിച്ച് ആണ്. ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ടോ? മീൻ കണ്ടിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? കേട്ടിട്ടില്ല മിസ്. കേട്ടിട്ടില്ല. അവിടെ പറയുന്നത് പേരായിരിക്കും കേട്ടോ. വേളൂരി എന്നും പറയും അതിന്. വേളൂരി. വേളൂരിയല്ല നന്ദൻ. വേളൂരി വേറെ, നന്ദനാണ്. അതിനകത്ത് ഇതില് മുള്ളുണ്ടാവും, നിറച്ച് മുള്ളുണ്ടാവും. പിന്നെ മറ്റേ ചെടമ്പൽ എന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാല് വളരെ ചീപ്പ് റേറ്റിന് ഇത് കിട്ടും. കാരണം അവിടെ ഉള്ള ആളുകള് ഇപ്പൊ 50 രൂപയ്ക്കാണ് നമ്മൾ മേടിക്കുന്നെങ്കിൽ 100 രൂപയ്ക്ക് ആയിരിക്കും അതിന്റെ ക്വാണ്ടിറ്റി തരിക. കാരണം അത്രയും വിറ്റ് പോകാനായിട്ട് പ്രയാസമാണ്. കാരണം ആളുകൾ അധികം മേടിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറെ നേരം ഇരിക്കണം. അപ്പൊ പലർക്കും ഇത് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാല്. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. മത്തിയ ചാളയാണോ? എന്താണ് മത്തി ചാള എന്ന് പറയുന്ന മീനാണോ അത്? ചെറിയൊരു മീനാണ്, അതിനകത്ത് ഫുള്ള് മുള്ളായിരിക്കും. ഫുള്ള് മുള്ളാണ്. അതെ, ഫുള്ള് മുള്ളാണ്. പിന്നെ ഒരു യെല്ലോയിഷ് കളറിലാണ് അതിന്റെ ടെയിലൊക്കെ വരുന്നത്, മുള്ളൊക്കെ വരുന്നത് ഒരു യെല്ലോയിഷ് കളറിലാണ് വരുന്നത്. ഒരു ഫ്ലാറ്റ് മീനാണ് മിസ്. കിളിക്കാണ് പറയുന്നേ. എന്താ കിളി എന്ന് പറഞ്ഞ അതല്ല, അതൊക്കെ വലുതല്ലേ. വിരലിന്റെ പകുതി ഉണ്ടാവുള്ളടാ. അതെ എന്ന് പറയും ഇവിടെയൊക്കെ. കൊഴുവാണ്. അതല്ല കൊഴുവല്ല. മുള്ളില്ല, നിറയെ മുള്ള. എനിക്ക് ആ മീനെ കുറിച്ച് കേട്ടിട്ടില്ല, പക്ഷേ അറിയില്ല. അല്ല, റേച്ചൽ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടുതരും. എങ്ങനെ കിട്ടും ലവലി ഫോട്ടോ? ഞാൻ ഇതുപോലെ തന്നെ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഇത് എടുത്തപ്പോൾ അവര് ഗൂഗിളിൽ അടിച്ചേക്കും വേറൊക്കെ എന്തൊക്കെയാണ് വന്നത്. ഇല്ല മാം, ഞാൻ എന്റെ ഗ്രൂപ്പിൽ എനിക്ക് മീൻ മാർക്കറ്റിൽ നിന്ന് വരെ. അപ്പൊ ഞാനിപ്പോ കൈക്ക് വയ്യാത്തോണ്ട് നന്നാക്കി വാങ്ങിക്കണം. അപ്പൊ എനിക്ക് ഫോട്ടോസ് വരും, അപ്പൊ അത് കിടക്കുന്നുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തോളാം. മാർക്കറ്റിൽ നിന്ന് വാട്സപ്പിൽ അവർ ഫോട്ടോസ് അയച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്ത് പറയാറ്. അപ്പൊ ഫോട്ടോസ് കിടപ്പുണ്ട്, അപ്പൊ അത് അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ ലവ്ലി അത് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ ഏതാണ് മീനെന്ന്. അപ്പൊ അത് കുഞ്ഞുങ്ങൾക്ക് കറി വെച്ച് കൊടുക്കുക കേട്ടോ. അത് ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ അങ്ങനെ ചെയ്യണ്ട, ഫ്രൈ ചെയ്തും കൊടുക്കാം. എന്നാലും കൂടുതൽ കറി വെച്ച് കൊടുക്കുന്നതാണ് അതിന്റെ കണ്ടന്റ് കിട്ടാനായിട്ട് എളുപ്പം. കാൽസ്യം റിച്ച് ആണ് കേട്ടോ. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്, ആ ഒരു ഫിഷ് മെൻഷൻ ചെയ്യാറുണ്ട്, അത് കഴിക്കാനായിട്ട് പറയാറുണ്ട്. ഹൈ കാൽസ്യം റിച്ച് ആണ്, അതുകൊണ്ടാണ് അത് കഴിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ മീനില് അല്ലെങ്കിൽ ഫിഷ് ഐറ്റംസിൽ നന്ദൻ എന്ന് പറയുന്ന മീനാണ് കാൽസ്യം റിച്ച് ആയിട്ട് കൂടുതലായിട്ട് ഉള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങള് എന്താണ്, ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ധാരാളം കണ്ടന്റുകൾ ഉണ്ട്. വിറ്റാമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബ്രൊക്കോളി, അവോക്കാഡോ, ഓട്സ്, ബീൻസ്, അമരാന്തസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് കിട്ടും കേട്ടോ. ബ്രൊക്കോളി കഴിച്ചാല്, അതുപോലെ അവോക്കാഡോ, ഓട്സ് ഒക്കെ നമുക്കറിയാം ഫൈബർ റിച്ച് ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ബീൻസ്, അതും ഫൈബർ റിച്ച് ആണ്. പിന്നെ അമരാന്തസ്, ചീര ഫൈബർ റിച്ച് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ, അതുപോലെ തന്നെ നമ്മുടെ എനർജി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹാർട്ട് ഹെൽത്ത്, നെർവസ് സിസ്റ്റം ഇതിന്റെയൊക്കെ ഫങ്ഷൻ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. ഓക്കെ,
ഡൈജഷൻ നടക്കുന്നതിന്, എനർജി, ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന്, നെർവസ് സിസ്റ്റം സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിനൊക്കെ വൈറ്റമിൻ ബി ആവശ്യമാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ബി പറഞ്ഞപ്പോൾ വൈറ്റമിൻ B12 സോഴ്സ് എന്ന് പറയുന്നത് മീറ്റ് ഉണ്ട്, എഗ് ഉണ്ട്, ഫിഷ് ഉണ്ട് കേട്ടോ. വൈറ്റമിൻ B12 എന്താണ്? വൈറ്റമിൻ B12 എന്താണ്? നോട്ട്സ് ഇല്ല, നോട്ട്സ് നിങ്ങൾ തനിയെ എഴുതി എടുത്താൽ മതി കേട്ടോ. ഞാൻ പറയുമ്പോൾ എഴുതി എടുത്താൽ മതി. ഓക്കെ, B12 എന്താണ്? സൈനോകോബാലമിൻ അല്ലേ? രക്തം കെട്ടുപിടിക്കാൻ സഹായിക്കുന്നത്. അപ്പോ മീറ്റ് അതിനെ സഹായിക്കും. അതുപോലെ തന്നെ എഗ്, ഫിഷ് ഇതൊക്കെ അതിനകത്തുള്ള കണ്ടന്റുകൾ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ, സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് അയൺ ആണ്. അയൺ ഞാൻ നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിൽ രക്താണുക്കൾ ഉണ്ട് അല്ലെ? WBC എന്നും പറയും, RBC എന്നും പറയും അല്ലെ? ചുവന്ന രക്താണുക്കളും ഉണ്ട്, വെളുത്ത രക്താണുക്കളും ഉണ്ട്. അപ്പോ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾക്ക് ഇരുമ്പിന്റെ സാന്നിധ്യം കാരണമാണ് ഓക്സിജൻ വഹിക്കാൻ കഴിയുന്നത്. ഓക്കെ, നമ്മുടെ രക്തത്തിൽ ഉടനീളം എന്താണ്? ഓക്സിജൻ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ്? ഇരുമ്പ്, അതായത് അയണിന്റെ പ്രസൻസ് കൊണ്ടാണ് ഓക്സിജൻ വഹിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അയൺ കണ്ടന്റും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇപ്പൊ റെഡ് മീറ്റ്, അതുപോലെ തന്നെ അമരാന്തസ്, അതുപോലെ തന്നെ ക്യാബേജ്, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ അയൺ കണ്ടന്റ് കൂടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ, ഞാൻ മൂന്നാമത്തെ പാരഗ്രാഫാണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ പാർട്ടായിട്ട് ഭക്ഷണം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് 5 or 6 ചെറിയ ഇടവേളകളിലായിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 3 നേരമാണ് അല്ലെ? 3 അല്ലെങ്കിൽ 4 നേരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലെ? രാവിലെ കഴിക്കും, ഉച്ചക്ക് കഴിക്കും, പിന്നെ വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ചായ നമ്മൾ കുടിക്കാറുണ്ട്, വൈകിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷെ ഇത്തരത്തില് കൊടുക്കുന്നതിന് പകരം 6 തവണയായിട്ട് എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, 5 or 6 ഇടവേളകളായിട്ട് ഭക്ഷണം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സമീകൃത ആഹാരമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനകത്ത് മതിയായിട്ട് കാർബോഹൈഡ്രേറ്റിന്റെ അളവുണ്ടായിരിക്കണം, പ്രോട്ടീന്റെ അളവുണ്ടായിരിക്കണം, ഫാറ്റ് ഉണ്ടായിരിക്കണം, ഫൈബർ ഉണ്ടായിരിക്കണം, വൈറ്റമിൻ ഉണ്ടായിരിക്കണം. ഇത്തരത്തിലായിരിക്കണം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സമീകൃത ആഹാരം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ന്യൂട്രീഷ്യസ് കണ്ടന്റ് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ചെയ്യും അല്ലെ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എലമെന്റ്സ് കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ എത്തുന്നതാണ്. പിന്നെ പ്രീ സ്കൂളിൽ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കുട്ടികളുടെ ഫുഡ് പ്ലാൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അതായത് കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു പ്ലാൻ ചെയ്യുക തലേ ദിവസം തന്നെ. അതായത് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ എന്ത് ചെയ്യരുത്? ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. വളരുന്ന കുഞ്ഞുങ്ങളാണ്, അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കുക. ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് അല്ലെ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല് അവര് വലുതായി കഴിയുമ്പോൾ ഒരുവിധമുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും തന്നെ അവരെ ബാധിക്കില്ല. ഓക്കെ, ഇപ്പൊ ഡോക്ടേഴ്സ് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇന്ന ഭക്ഷണം കൊടുക്കുക, പ്രോട്ടീൻ കൊടുക്കുക. ഇപ്പൊ അമിതമായിട്ട് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോ അവരുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓവർ വെയിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, അവര് ഇതുവരെ തുടർന്നു വന്ന ജീവിതശൈലി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കാം അവർക്ക് എന്തുണ്ടാകുന്നത്? ഓവർ വെയിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഒരുവിധം ഹോർമോണൽ ഇംബാലൻസിനൊക്കെ കാരണമായിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഓക്കെ, അപ്പൊ ഈ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന
ഒരു ഫുഡ് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ വെയിറ്റ് മെഷർമെന്റ് നോക്കുന്നു, ആ കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഏജിനനുസരിച്ചിട്ടാണോ ആ കുട്ടിക്ക് വെയിറ്റ് ഉണ്ടാകുമെന്ന് നോക്കുന്നു. ഇത് നോക്കിക്കഴിയുമ്പോൾ എല്ലാ തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഹോർമോണിന്റെ പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് കുട്ടി ഡയബറ്റിക് ആകാനുള്ള ചാൻസ് ഉണ്ടാവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ടാകും നിങ്ങൾ കുട്ടിയുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തൂ. അങ്ങനെ പറയാറുണ്ടോ ഡോക്ടർ? പറയാറുണ്ടോ? ഉണ്ടോ? ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താൻ പറയാറുണ്ടോ? ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ, അപ്പോ അതിനനുസരിച്ച്, അതായത് അന്ന് തുടങ്ങി ആ കുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ മൊത്തമേ അവിടെ ചേഞ്ച് ചെയ്യാണ്. അതായത് ആ കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുഡ് ഉണ്ടാക്കുന്നു. അത് മാത്രം, അതായത് അവര് പറയുന്ന കാര്യങ്ങൾ മാത്രം കുട്ടിക്ക് കൊടുക്കുന്നു. അതും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, ഇത്തരത്തിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത്. കുറെ നാള് കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ ഇതിൽ എന്തുണ്ടാവും? ചേഞ്ച് വരുമോ ഇല്ലയോ? മാറ്റം ഉണ്ടാവോ? എന്തുണ്ടാവും? മാറ്റം ഉണ്ടാകും. ഇനി മാറ്റമില്ല എങ്കിലാണ് മെഡിസിൻസിലോട്ട് പോകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളാണ്, നമുക്കറിയാം മെഡിസിൻസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ലതല്ല, അത്ര ചെറുപ്രായത്തിലെ മെഡിസിൻസ് ഒക്കെ ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പോ അത് നമ്മൾ എന്ത് ചെയ്യണം? എന്താ പറയാ, കഴിവുന്നതും കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുകയും കുട്ടികൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാല് നമ്മൾക്ക് ഒരുവിധം കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരുവിധം പരിഹാരവും. നമുക്കറിയാം കളിച്ച് നടക്കേണ്ട പ്രായത്തില് ഷുഗർ, ഡയബറ്റിക് പേഷ്യന്റ് ആകുക, അല്ലെങ്കിൽ തൈറോയിഡ് പേഷ്യന്റ് ആകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇത് വലിയവർക്ക് വരുന്നതാണ് അല്ലെ. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അവരുടെ നല്ലൊരു പ്രായമാണ്, പിന്നീട് നമുക്ക് ഒരിക്കലും ഇത് തിരിച്ചു കിട്ടില്ല. അപ്പൊ ആ ഒരു പ്രായത്തിൽ രോഗിയാകുക, അല്ലെങ്കിൽ കുട്ടികളെ രോഗിയാക്കുക എന്ന് പറയുന്നത് തന്നെ അത് മരണത്തിന് തുല്യം തന്നെയാണ്. ആ കുട്ടി മരുന്ന് കഴിക്കുന്നു വലിയ ആളുകളെ പോലെ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അത്രയും കാര്യങ്ങൾ ആ കുട്ടികൾക്ക് അഫക്റ്റ് ആകാതിരിക്കാനായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുട്ടികളുടെ കാര്യത്തിൽ കേട്ടോ. അപ്പൊ എല്ലാവർക്കും കൂടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഭാവിയില് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം വരാനിടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അലേർട്ട് ആവുന്നത് നല്ലതാണ്. കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ മതി കേട്ടോ ഇതിനൊക്കെ. അതായത് കുഞ്ഞുങ്ങളുടെ ഫുഡിൽ നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ വൈകുന്നേരത്തെ സ്നാക്സിനൊക്കെ പകരമായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ വൈകുന്നേരം ചായ കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ തന്നെ എണ്ണക്കടികളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. എണ്ണക്കടികൾ കൊടുക്കാറുള്ള ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? എണ്ണക്കടികൾ കൊടുക്കുന്ന ഉണ്ടോ? ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ പതുക്കെ ഒന്ന് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കടയിൽ നിന്ന് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നത്. പക്ഷെ ഇത് ഡെയിലി കഴിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ന കലോറിയാണ് ഇത് ടേക്ക് ചെയ്യുന്നത്. അതായത് ഈ കുട്ടികള് പുറത്തോട്ടൊന്നും പോയി കളിക്കുന്നില്ലെങ്കിൽ ആ എനർജി, അവരുടെ കലോറി അവിടെ ബേൺ ചെയ്യുന്നില്ല, അത് ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ പുറത്തോക്കൊക്കെ എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങളെ വിടുക, നമ്മള് ആക്ടിവിറ്റീസിൽ കുഞ്ഞുങ്ങളെ ഏർപ്പെടുത്താം. ഇനി ഈ ഒരു പലഹാരങ്ങൾക്കൊക്കെ പകരമായിട്ട് ഫ്രൂട്ട്സ് നമ്മൾക്ക് കൊടുക്കാം, നട്ട്സ് കൊടുക്കാം. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇങ്ങനെ ശീലിച്ചു വന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പൊ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, പിന്നെ അതൊരു ശീലമാക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്ന് ഒരുവിധം നമ്മളിപ്പോ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് വലിയ വലിയ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഇത് കുറയും. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കില്ലേ? ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഫുഡ് പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രീ സ്കൂളിൽ വെച്ച് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അതാണ് അവർ കഴിക്കുന്നത് അല്ലെ. അല്ലാണ്ട് കുഞ്ഞ് ആദ്യമേ തന്നെ പറയില്ല എനിക്കിത് വേണോ അമ്മേ. കുഞ്ഞിന്റെ ടേസ്റ്റ് ബഡ്സ്, അതായത് രുചി അറിയുമ്പോഴാണ് അവന് ഭയങ്കരമായിട്ട് അതിനോട് ആഗ്രഹം തോന്നുന്നത്. അപ്പൊ അത് കൊടുത്തില്ലെങ്കിൽ നോ പ്രോബ്ലം, അവനത് ചോദിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ചെറുപ്പത്തിലേ തന്നെ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം നമുക്ക്. ഓക്കെ, വെജിറ്റബിൾസ് എന്ത് ചെയ്യാം? ഇതിനകത്ത്
ഉൾപ്പെടുത്താവുന്നതാണ് ഈ ബാലൻസ്ഡ് ഡയറ്റില്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പലർക്കും ഇത് വർക്കൗട്ട് ആവില്ല. മിക്സഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ഓക്കെ, അതായത് വെജിറ്റബിൾസ് അകത്തെല്ലാം വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാം. ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാവും കേട്ടോ. ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്ന്, തന്ത്രശാലികളായിട്ടുള്ള കുഞ്ഞുങ്ങള് അതിൽ നിന്ന് വെജിറ്റബിൾസ് നിർത്തിക്കളയും. അങ്ങനെയുള്ളവരുണ്ട് ഇതിനകത്ത്, കുഞ്ഞുങ്ങളുണ്ടാവും. വെജിറ്റബിൾസ് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കളയും. തീരെ, അതായത് വളരെ മൈന്യൂട്ടായിട്ട് എന്താ വെജിറ്റബിൾസും കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. അങ്ങനത്തെ ഐറ്റംസേ കഴിക്കില്ല, ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല. കഴിക്കില്ല അല്ലേ? മിസ്രിയ, എന്താണ് മിസ്രിയ മുഹമ്മദ് പറയുന്നേ? തൻസീർ എന്നാണ് മോളെ പേരാ മിസ്രിയ. എന്റെ കുട്ടിക്ക് പിന്നെ മോക്ക് ഇഷ്ടാണ് ഫ്രൈഡ് റൈസ് ഒക്കെ. അപ്പൊ മോന് കൊടുത്തു കഴിഞ്ഞാല് ഒരു സൈഡ് ഇങ്ങനെ വെജിറ്റബിൾസ് വെച്ചിട്ട് റൈസ് മാത്രം കഴിക്കും. അതെ അതെ, രശ്മി ഗ്രേറ്റ് ചെയ്തിട്ട്, അതായത് തീരെ മൈന്യൂട്ടായിട്ട് ചോപ്പർ ഉപയോഗിച്ച് നമ്മൾ ചോപ്പ് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ടല്ലേ എടുത്തോളൂ, മിനിമൽ ആയിട്ട്. അങ്ങനെ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടാല് അധികം അറിയില്ല. ചോറിന്റെ കൂടെ ഒക്കെ പറ്റിപ്പിടിച്ച കളർ ചേഞ്ച് ഒക്കെ വരുന്നുള്ളൂ, ആ റൈസിന്റെ കൂടെ പറ്റിപ്പിടിച്ചിരുന്നുള്ളൂ. പിന്നെ ചില ഭീകരന്മാരാണ് എടുത്തിങ്ങനെ കളയുന്നത്. അവര് നോക്കും, സത്യം പറഞ്ഞാല് ഇങ്ങനെ നോക്കും. എന്റെ മോൻ വെജിറ്റബിൾസ് ഒന്നും തന്നെ കഴിക്കില്ല. അവൻ കുറച്ച് ഓവർവെയിറ്റ് ആണ് കേട്ടോ. അപ്പോ ഞാൻ വെജിറ്റബിൾസ് കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഉപയോഗിച്ചൊരു മെത്തേഡ് എന്ന് പറഞ്ഞാല് ഒരു തരത്തിലും ഇത് കഴിക്കുന്നില്ല. അപ്പോ ഫിഷ് കറിയാണ് കൂടുതൽ കഴിക്കുക. ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഫിഷ് കറിയുടെ ചാറുണ്ടല്ലോ, അതിനകത്ത് വെജിറ്റബിൾസ് മിക്സിയിൽ അരച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. 1-2 പ്രാവശ്യം ഇത് വർക്കായി. 3-ാമത്തെ ദിവസം വെണ്ടയ്ക്കല്ല, നമ്മുടെ ലേഡീസ് ഫിംഗറില്ലേ, അതായിരുന്നു ഉണ്ടായിരുന്നെ. ഞാനിത് മിക്സിയിലിട്ട് അടിച്ചു, പക്ഷെ ഇത് ശരിക്കും അറിയില്ല, കുരു ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്ത് കൊടുത്തു, കണ്ടുപിടിച്ചു. പിന്നെ അമ്മ എന്താണ് എനിക്ക് പച്ചക്കറി തരാൻ നോക്കിയല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വന്ന് ദേഷ്യപ്പെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ഇട്ടതല്ല, പാത്രം, വെണ്ടയ്ക്കയുടെ പാത്രം മറിഞ്ഞ് നിന്റെ കറിയിലോട്ട് വീണതാണെന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോ ഇത്തരത്തിൽ, അതായത് അത് ചെറുപ്പത്തിലേ തുടങ്ങി അങ്ങനെ ശീലിപ്പിച്ചതാണ് കേട്ടോ. അതായത് ആദ്യമൊക്കെ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ തിന്നുമായിരുന്നു, പക്ഷെ അവന്റെ അച്ഛൻ ഭയങ്കര എന്താ പറയാ, നോൺ വെജ് ആണ്. അതായത് പച്ചക്കറിയൊക്കെ അധികം കഴിക്കില്ല, നോൺ വെജ്. അപ്പൊ കൂടുതലും മേടിക്കുന്ന ഫുഡ് എന്ന് പറയാം, എനിക്ക് നല്ല അനുഭവം ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നോൺ വെജ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫുഡുകളാണ് കൂടുതലും മേടിക്കുന്നതും അതുപോലെ തന്നെ കഴിക്കുന്നത്. അപ്പൊ ആ ഒരു ശീലം മുമ്പേ തുടങ്ങി ആയി ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജ് വരെ എത്തി. എന്റെ മോൻ വെജിറ്റബിൾ മാത്രമേ കഴിക്കുള്ളൂ. അവൻ തുപ്പിക്കളയും, അവന് ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല, വെജിറ്റബിൾ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെയും ഫിഷ് ഫ്രൈ ഒക്കെ അവന് ഇഷ്ടമുള്ളൂ, നോൺ വെജിറ്റബിൾ ആണല്ലേ? അപ്പൊ അതാണ്. അപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് വെജിറ്റേറിയൻ ആയിരിക്കും ഇഷ്ടം, ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നോൺ വെജ് ആയിരിക്കും ഇഷ്ടം. പക്ഷെ ഏത് വിധേനയും എന്ത് ചെയ്യുക, ഇത് അവരുടെ അകത്തെത്തിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എന്താ പറയാ, ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഫ്രൂട്ട് ക്രീം ഉണ്ടാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് ക്യാരറ്റ് ഹൽവ പോലുള്ള സ്വീറ്റ് കണ്ടെയ്നിങ് വെജിറ്റബിൾസ് ആണല്ല, അതായത് ക്യാരറ്റ് ഹൽവ, അതായത് ക്യാരറ്റ് അകത്ത് ചെല്ലുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, അത് ഹൽവ രൂപത്തിലാക്കാറുണ്ട് അല്ലെ, നെയ്യും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, അത് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റി ആക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ എന്താ പറയാ, ലസ്സി ഉണ്ടാക്കി കൊടുക്കാം, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ അകത്തെത്തുന്നതിന് വേണ്ടി, ഫുഡ് അവരുടെ അകത്തെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ. പരമാവധി വീട്ടിൽ തന്നെ വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുക. നല്ല ശുദ്ധമായിട്ടുള്ള പച്ചക്കറികളാണ് കുഞ്ഞുങ്ങൾക്ക് ചെല്ലുന്നതെന്ന് ഉറപ്പ് വരുത്താനായിട്ട് വീട്ടിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതായത് നല്ല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റ് കുഞ്ഞ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
എന്ത് ചെയ്യണം, അധ്യാപകർ രക്ഷിതാക്കളെ അവെയർ ചെയ്യിക്കണം, അല്ലെങ്കിൽ ഒരു അവയർനെസ് എന്ത് ചെയ്യണം, രക്ഷിതാക്കൾക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ അതായത് സ്പ്രൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജെർമിനേഷൻ സ്പ്രൗട്ടിങ് ഓഫ് ഓൾ പൾസസ്, നമ്മുടെ ഈ പയറ് വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചത് കൂടുതലായിട്ടുള്ള ന്യൂട്രീഷ്യസ് വാല്യൂ കിട്ടുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ വെറുതെ കടലക്കറിയോ പയറുകറിയോ പരിപ്പ് കറിയോ കഴിക്കുന്നതിനേക്കാൾ ഉപരി ഇരട്ടി ന്യൂട്രീഷ്യസ് കണ്ടന്റ് എന്തിന് കിട്ടുന്നുണ്ട്, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചെറുപയറ് മുളപ്പിച്ചത് അല്ലെ, അതെന്താണ്, കുറച്ചും കൂടി ഹെൽത്തി ആണ് അല്ലെ. അതായത് എന്താ പറയാ, നമ്മൾ ചിലപ്പോ കുഞ്ഞുങ്ങള് ഒരൊറ്റയടിക്ക് ചിലപ്പോ തിന്നുന്ന വരില്ല. അപ്പൊ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ആ ഒരു ചെറുപയർ മുളപ്പിച്ചതും എഗ്ഗും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ചപ്പാത്തിയുടെ റോളിൽ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ചപ്പാത്തി റോളായിട്ട് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ആണ് ചെറുപയർ മുളപ്പിച്ചത്, എഗ്ഗ്, ചിക്കൻ കറി വെച്ചതൊന്നല്ല കേട്ടോ, വെറുതെ വേവിച്ചത്, പുഴുങ്ങിയതെന്ന് പറയില്ല, ബോയിൽ ചെയ്തത്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൂന്നും കൂടി നമുക്ക് ഉൾപ്പെടുത്താം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചപ്പാത്തി റോളായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓപ്ഷൻ ആണ്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ, ചെറുപയർ മുളപ്പിച്ചത് ഹൈ പ്രോട്ടീൻ ആണ്, അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ്, അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ബോയിൽ ചെയ്ത്, ചിക്കൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്, പിന്നെ എഗ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. അപ്പൊ നമുക്ക് അതൊരു എന്താ പറയാ, ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള, പിന്നെ ചപ്പാത്തി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. 4 കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ലേ, എല്ലാത്തരം കണ്ടന്റും കുട്ടിക്ക് കിട്ടുന്നില്ലേ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഐഡിയാസ് നമ്മൾ നോക്കുക, ഏതൊക്കെ ഫുഡിലാണ് പ്രോട്ടീൻ ഉള്ളത്, ഏതൊക്കെയിലാണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. അപ്പൊ ഓരോന്നും എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്ത് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ചെറുപയറൊക്കെ മുളപ്പിക്കാറുണ്ടോ? ചെറുപയറ്, കടല, പയറ്. ചെറുപയർ ഇഷ്ടമൊക്കെ ഇഷ്ടമാണ് അല്ലെ, ഓക്കെ, നല്ല കാര്യം. അത് മുളപ്പിച്ച ഇത് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ കുഞ്ഞിന്റെ രോഗത്തെ ആശ്രയിച്ചിരിക്കും കുഞ്ഞിന്റെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് അല്ലെ. കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഭക്ഷണമൊന്നും ചിലപ്പോൾ അവർ കഴിച്ചെന്ന് വരില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാനേ തന്നെ താല്പര്യപ്പെട്ടെന്ന് വരില്ല. അപ്പോ ആ ഒരു രോഗത്തിനെ ആശ്രയിച്ചായിരിക്കാം ഫുഡ് നമ്മൾ കൊടുക്കേണ്ടത്. ഹെൽത്ത് കണ്ടീഷൻ കുട്ടിയുടെ മോശമായിരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്നതും ഹൈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതുമായ ചെറിയ സാധാരണ ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമായിരിക്കണം നമ്മൾക്ക് കുട്ടികൾക്ക് ഇപ്പൊ എന്തെങ്കിലും പനി വരുവാണെങ്കിലോ എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിലോ നമ്മൾ ആ കഞ്ഞി കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അസുഖമുള്ള സമയത്ത് കുഞ്ഞു പട്ടിണി കിടക്കാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ ഡോക്ടർ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല, ഭക്ഷണം കഴിക്കാനായിട്ട് കൂട്ടാക്കിയെന്ന് വരില്ല അല്ലെ, വേണ്ട എന്ന് പറയും. നമ്മൾ ഒരുപാട് നിർബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഈ മരുന്ന് കഴിക്കാനുള്ളതാണ് അല്ലെ, മെഡിസിൻ കഴിക്കാനുള്ളതാണ്. അപ്പൊ മെഡിസിൻ കഴിക്കണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചാലാണ് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മെഡിസിൻസ് ഒക്കെ ബോഡിയിൽ പ്രവർത്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഒരിക്കലും പട്ടിണി കിടത്താനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു ഇതാണ് അതർ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഇപ്പൊ ഈ 3 പാരഗ്രാഫ് പറഞ്ഞു, ക്ലിയർ ആയില്ലേ? 3 പാരഗ്രാഫ് ഓക്കെ അല്ലേ? ഇനി ഇതൊന്ന് വായിക്കാം കേട്ടോ, അതർ ഫുഡ് ഹാബിറ്റ്സ്.
വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഒരാളൊന്ന് റീഡ് ചെയ്യാവോ? ഒരാള് ആരാ റീഡ് ചെയ്യാ? ജാസ്മിൻ. Okay, Miss. Other food habits. It is better to avoid strong flavors and too many spices. Too hot and too cold food should also be avoided. Food should be prepared depending upon the dislikes of the child. The child should never be forced to eat. In order to develop taste, less likable foods can be offered when the child is very hungry, followed by more likable foods. By this age, children are able to feed themselves independently, and this should be aided. Care should be taken to see that meal times are calm. It is better to serve nutritious snacks in between meals, but children should not be allowed to highlight snacks instead of meals. Junk food and too many sweet foods should also not be preferred. At the same time, food should not be used as a source of benefit or punishment. Concern should be taken that the child does not skip breakfast. Children usually enjoy food when all family members, many children in their center, eat together. Variety in type preparation, color, texture, and shape of food also makes them feel happy. Washing hands before and after eating and cleaning of teeth after feed can be aided. Children can also be encouraged to share food and not to spill and waste food. ഓക്കെ. അതായത് സ്ട്രോങ് ഫ്ലേവേഴ്സ്, സ്പൈസസ് എന്നിവയുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. സ്ട്രോങ് ഫ്ലേവറുകൾ, അതായത് ഇപ്പോഴത്തെ ഫുഡിലൊക്കെ നമുക്കറിയാം അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഫുഡാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടാകും. അതുപോലെ സ്പൈസസ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്യും. ഇതൊക്കെ എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുഞ്ഞിന്റെ ഇഷ്ടക്കേടുകൾക്ക് അനുസരിച്ച് ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ചില കുഞ്ഞുങ്ങൾക്ക് ചില ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാവും. അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ഫുഡ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കുട്ടിയെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കരുത്, കമ്പലയിപ്പിക്കരുത് കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയം ശാന്തനായിട്ടിരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഭക്ഷണത്തിനിടയിൽ, അതായത് നമ്മുടെ ലഘുഭക്ഷണങ്ങളായിട്ട്, അതായത് സിമ്പിൾ മീൽസ് ആയിട്ട് എന്ത് ചെയ്യാം? 5-6 തവണയായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ജങ്ക് ഫുഡ്, വളരെയധികം മധുരമുള്ള അല്ലെങ്കിൽ വളരെയധികം എന്താ പറയാ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങള് പ്രിഫറൻസ് കൊടുക്കരുത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് നിലവിൽ കുട്ടികൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാല് ഒന്ന് ഒബിസിറ്റി ആണ്. ഓക്കെ, അതായത് അമിതവണ്ണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതിരോധ ശേഷി കുറവാണ്, അതായത് ഇമ്മ്യൂണിറ്റി ഇല്ലായ്മ. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് കേരളത്തിലെ കുഞ്ഞുങ്ങള് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കേട്ടോ. ഒന്ന് ഒബിസിറ്റി, അതായത് അമിതവണ്ണം. രണ്ടാമത്തേത് പ്രതിരോധ ശേഷി കുറവ്. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഈ 2 കാര്യങ്ങളും ആണ് എന്ത് നമ്മുടെ കേരളത്തിലുള്ളത് കേട്ടോ. അപ്പോ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ കുട്ടികൾ പോഷകക്കുറവ് നേരിടുന്നത്
എന്താ പറയാ ഭക്ഷണ ദൗർബല്യം മൂലമല്ല, മറിച്ച് അവയർനെസിന്റെ കുറവാണ്. ഓക്കെ, അതായത് നമ്മുടെ നാട്ടിൽ ആരും തന്നെ ഒരു കുഞ്ഞുങ്ങളും തന്നെ പട്ടിണി കിടക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങള്, അതായത് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങള്, അതുപോലെ തന്നെ വേറെ അധികം, അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ കുറിച്ച് നോക്കുമ്പോൾ അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സ്ട്രീറ്റില് കുഞ്ഞുങ്ങൾ ബെഗ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആ ഒരു സ്ഥിതി ഉണ്ടാവും. നിങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലെ? ഉണ്ടോ? കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടോ കേരളത്തില്? ഇല്ല അല്ലെ? ഇല്ല. അതായത് നമ്മുടെ ഗവൺമെന്റ് ആയിട്ടും മറ്റു പല അതോറിറ്റീസ് ഒക്കെ മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരിക്കലും ഭക്ഷണ ദൗർബല്യം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവയർനെസിന്റെ കുറവാണ്. അതായത് നമുക്ക് കുറച്ച് അവബോധം ഇല്ലെന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്ത് ഫുഡ് കൊടുക്കണം, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു അവബോധം കേരളത്തിലെ ആളുകൾക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ പട്ടിണി എന്ന് പറയുന്ന കാര്യമേ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഫേസ് ചെയ്യുന്നില്ല, മറിച്ച് അവയർനെസിന്റെ കുറവാണ് കാരണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. പിന്നെ അതുപോലെ തന്നെ രാവിലെ കുഞ്ഞുങ്ങൾ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് പാല്, നട്ട്സ്, എഗ് ഒക്കെ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അതൊക്കെ നല്ലതാണ്. ഉച്ചയ്ക്ക് പയറ്, അതുപോലെ തന്നെ പച്ചിലക്കറികള്, അതുപോലെ തന്നെ ഫിഷ് ഐറ്റം, തൈര്, കേട്, ഇതൊക്കെ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കരുത്, വെറൈറ്റി ഉണ്ടാവാം. അതായത് എല്ലാ ദിവസവും പുട്ടും കടലയും കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ താല്പര്യപ്പെടില്ല അല്ലെ? 1-2 ദിവസം നമ്മൾ പുട്ടും കടലയും ഉണ്ടാക്കി, 3-ാമത്തെ ദിവസം ചോദിക്കും ഇതെന്താണ്, ഇതെനിക്ക് വേണ്ടാന്ന് അവർ പറയും. അപ്പോ മാറ്റി മാറ്റി പിടിക്കുക. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഉച്ചയൂണൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളറില്, സ്മെല്ലില്, ഫ്ലേവറിലൊക്കെ എന്ത് ചെയ്യുക, അട്രാക്റ്റീവ് ആയിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പലതരത്തിലുള്ള ക്യാപ്സിക്കം തന്നെ പല കളറിലുണ്ട് അല്ലെ? യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. അതൊക്കെ എന്താണ്, ഒരു വെറൈറ്റി ആണ്. അതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് കഴിക്കാനായിട്ട് താല്പര്യപ്പെടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് അതർ ഫുഡ് ഹാബിറ്റ്സിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് 11-21 ആയിപ്പോ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇനി ഇതില് സമപ്പ് ചെയ്യാട്ടോ ഒരാള്. ആരാണ് സമപ്പ് ചെയ്യാ? ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് സമപ്പ് ചെയ്യാം. ആരാണ് റെഡി ആയിട്ടുള്ളത്? ഒരാള് പറയൂട്ടോ. പേര് വിളിക്കണോ അല്ലെങ്കിൽ ഒരാൾ പറയോ? ആതിര പറയാമോ? ആതിര MB ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് സമപ്പ് ചെയ്ത മോളെ. 2 കാര്യങ്ങൾ മാത്രമേ ഞാനൊന്ന് എടുത്തുള്ളൂ, 2 പാരഗ്രാഫ് അല്ലെ? കുറച്ചൊന്ന് സമപ്പ് ചെയ്യും. ടെക്സ്റ്റ് ഇല്ല കേട്ടോ എനിക്ക്. അപ്പൊ ടെക്സ്റ്റ് ഇല്ല. ഓക്കെ, then വേറെ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യോ? മിസ് ഞാൻ ചെയ്യാം. Today we discuss about dietary requirements. Preschoolers children should include cereals, pulses and vegetables in their diet, as well as citrus food should include. Yellow fruits also be included. Milk should also be given in a good amount. If a child does not drink milk, alternate milk product like curd, paneer, custard, kheer can be used. Non-vegetarians should be included egg, meat and fish in sufficient level. A well-balanced diet should intake. It helps increase our bone strength, increase blood circulation, good digestion. In small fishes have highly calcium rich.
We should include a well-balanced diet to the children. We give 5 or 6 small frequent meals. In that, we must include protein, fat, vitamins, minerals, content foods. Teachers can help parents by telling some instructions like stuffed vegetables food, mixed vegetable rice, fruit cream, vegetable mix, etc. We concentrate the well-balanced diet to the children. Well, it helps to a good lifestyle. Otherwise, it will affect their future. Should prepare a food plan during their preschool periods. Also, it helps in increasing the nutritive value of food items. Under illness, the food chosen would depend upon the diseases. During the illness, an effort should be made to provide easily digestible, highly nutritious, small common meals during ill health. Never starve a child during their illness. Other food habits. In a child food, it is better to avoid strong flavors and too many spices. We should prepare food depend upon their likes. We give simple meal to add their food. In Kerala, children affected by mostly obesity and deficiency of nutrition. It is caused by less awareness. The child should never be forced to eat. We include variety, colors, and variety, colors, and shape also is a good for the child's food. At the same time, food should not be used as a source of benefit or punishment. Concern should be taken that a child does not skip breakfast. Variety in type, preparation, color, texture, and shape of food also makes them feel happy. Children can also be encouraged to share food and not to spill and waste food. Thank you, ma'am. ഓക്കെ വെരി ഗുഡ്, നന്നായി ചെയ്തു കേട്ടോ. Thank you, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് പറയാം അല്ലേ? സൈൻ ഔട്ട് ചെയ്യുന്നത് ആരാ? Ma'am, ഞാനാണ്. ഓക്കെ. Okay. Good morning to everyone present here. I am honored to deliver the sign out for the today's class. Thank you, ma'am, for making this class very interesting and interactive. Your insight on dietary requirements have enriched discussion. Thank you so much, ma'am. I would also like to thank for Renu for prayer, sign in for Adira, and thought for Sneha. Thank you. Have a good day. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am.